നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 കന്നിമാസം 6-ാം തീയതി, അതായത് 2025 സെപ്റ്റംബർ 22-ാം തീയതി തിങ്കളാഴ്ച. നിങ്ങളുടെ നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:17. നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്ക് എവർക്കും അറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ നക്ഷത്രം വരുന്നത് തിങ്കളാഴ്ച ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രം. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, അങ്ങനെ 9 നക്ഷത്രങ്ങളാണ്. ഉത്രമൊത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. പക്ഷേ ഉത്രത്രയം എന്ന് പറയുമ്പോൾ ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി 3 നക്ഷത്രങ്ങളാണ് വരിക. നാളെ ഉത്രം നക്ഷത്രം കാലത്ത് 11:30 വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത്തം നക്ഷത്രമായി. നാളത്തെ തിഥിയും ഒരു ദുർബലമായ തിഥിയാണ്. നാളെ വെളുത്തപക്ഷത്തിലെ പ്രഥമാ തിഥിയാണ്. അമാവാസി കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലം തന്നെയാണ്. നാളെ പ്രതിപദം തിഥിയാണ്. ദാരിദ്ര്യം ഉളവാക്കുന്ന തിഥിയാണ് പ്രതിപദം. നാം പലപ്പോഴും ചർച്ച ചെയ്ത് കഴിഞ്ഞു. പ്രതിപദം ദാരിദ്ര്യം കുര്യാത്. ഒന്നാമത്തെ തിഥി പ്രതിപദം പ്രഥമ ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. നാളത്തെ നക്ഷത്രം 11:30 വരെ ഉത്രം നക്ഷത്രമാണ്. അത് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. നിങ്ങളറിയണം. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാചിത്രാച രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യം ഉത്രം, മൂലം ചിത്ര രേവതി, മകം, ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. നാളെ 11:30 കഴിഞ്ഞാൽ നല്ല വെളുത്തപക്ഷത്തിലെ തന്നെ അത്തം നക്ഷത്രമാണ്. തിഥി ദുർബലമാണ്. അത്തം പ്രായേണ വെളുത്തപക്ഷത്ത് നല്ലതാണ്, പക്ഷെ വളരെയധികം ദുർബലമാണ്. എങ്കിലും നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാങ്ങാനും കൊടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ കാലത്തുള്ള 11:30 വരെയുള്ള ഉത്തര നക്ഷത്രം വേണ്ട. അതിന് പകരമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 12:30 മുതൽ 2 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. കാര്യങ്ങളൊക്കെ ലക്ഷ്യസ്ഥാനത്തെത്തട്ടെ. കാലയ വർഷത്തു പർജന്യ പൃഥിവി സസ്യശാലിനി എന്നാണ് പ്രമാണം തന്നെ. മേഘങ്ങൾ യഥാസമയം വർഷിക്കട്ടെ, ഭൂമി സസ്യശ്യാമളമാകട്ടെ. അതിനാൽ നാം ഇടുന്ന വിത്തുകൾ അത് മുളച്ച് വന്ന് രോപണം ചെയ്ത് നല്ല വിളയായി തീരുവാൻ നല്ല നക്ഷത്രങ്ങളും നല്ല മുഹൂർത്തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ കാലത്ത് തിങ്കളാഴ്ച നിങ്ങൾക്ക് ഉത്തര നക്ഷത്രമാകിയാൽ ഏറ്റവും നല്ല പ്രാർത്ഥനകൾ ആദിത്യ ഹൃദയ മന്ത്രമാണ്. ശിവന് കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. അപ്രകാരം വൈകിട്ട് ദേവീക്ഷേത്ര ദർശനമാണ് നന്നാവുക. കാരണം തിങ്കളാഴ്ചയാണ്, അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തിൽ ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രൻ ദേവിയാണ്. അവിടെ ദേവീക്ഷേത്രത്തിൽ വിളക്കുമാല പായസം വഴിപാടെ സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.